പമ്പുകളിലെ കുടിശ്ശികയെ തുടർന്ന് ആലപ്പുഴ നഗരത്തിലെ 6 പോലീസ് സ്റ്റേഷനുകളിൽ പ്രതിസന്ധി. നിലവിൽ 70 കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ചാണ് ഇന്ധനം നിറയ്ക്കുന്നത്. 2021 മുതൽ ഉള്ള തുക ലഭിക്കാൻ ഉണ്ടെന്നാണ് പമ്പ് ഉടമകൾ പറയുന്നത്. ഇന്നലെ അടിയന്തരമായി ഡീസൽ അടിക്കാൻ പോയ പോലീസ് ജീപ്പിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചിരുന്നു. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മനീഷ്, ഇത്രയും വർഷങ്ങൾ നീണ്ട കുടിശ്ശിക, എന്നിട്ടും ഈ കാര്യത്തിൽ ഇടപെടാതിരുന്നത് എന്തുകൊണ്ട്? ഇപ്പോൾ ഒരു പോംവഴിയായി കണ്ടിരിക്കുന്നത് പോലും വലിയ നഷ്ടമുണ്ടാക്കുന്ന കാര്യമല്ലേ? തീർച്ചയായും വേണുപരേഷൻ, അതായത് ഈ ഒരു അപകടം നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഒരു പോലീസ് സ്റ്റേഷൻ, അതായത് സബ് ഡിവിഷൻ, ആലപ്പുഴ സബ് ഡിവിഷനിലെ ഏകദേശം വരുന്ന 7 പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ഉള്ള 17 വാഹനങ്ങൾക്ക് വേണ്ടിയുള്ള ഇന്ധനം നിറയ്ക്കാൻ എത്തുന്നത് ആലപ്പുഴയിൽ നിന്നും 34 കിലോമീറ്റർ ദൂരെയുള്ള എടത്തുവയിലെ പമ്പിലാണ്. ഇവിടെ മാത്രമാണ് നിലവിൽ ക്രെഡിറ്റ് സംവിധാനത്തിൽ ഇന്ധനം കൊടുക്കുന്നത്. അങ്ങനെ ഇന്നലെ എത്തിയ വാഹനം 8:30 അടിയന്തര സാഹചര്യത്തിനായി ആലപ്പുഴ സൗത്ത് CA KP ടോംസന്റെ വാഹനം ഡ്രൈവർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ വാഹനം എത്തിയ സമയത്താണ് 8:30 ആലപ്പുഴ തകഴി എടത്തുവ പച്ചയിൽ വെച്ച് റോഡിൽ വെച്ച് അമിത വേഗത്തിലെത്തിയ ജീപ്പ് ഇടിച്ച് ഒരു യുവാവിന് 29-കാരനായ യുവാവിൻ്റെ ജീവൻ നഷ്ടമായത്. ഇവിടെയുള്ള ദൃക്സാക്ഷികളും നാട്ടുകാരും ഒക്കെ തന്നെ പറയുന്നത് ഈ ജീപ്പ് അമിത വേഗത്തിലായിരുന്നു. ഒപ്പം തന്നെ 60 മീറ്ററോളം ഈ റോഡിൽ വെച്ച് ഇടി നടന്ന് 60 മീറ്ററോളം ഈ വാഹനം, അതായത് ഇരുചക്ര വാഹനം ഇഴഞ്ഞു, ഈ ജീപ്പിൻ്റെ അടിയിൽപ്പെട്ട് ഇഴഞ്ഞു നീങ്ങി എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. തൊട്ടടുത്ത് തന്നെ ആശുപത്രിയാണ്. അത് ഈ അപകടം ഉണ്ടായതിൻ്റെ തൊട്ട് വാതിക്കൽ തന്നെ, അതായത് ആ ആശുപത്രിയുടെ വാതിക്കലാണ് അപകടം നടന്നത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും യുവാവിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല. അത്രത്തോളം വലിയ അപകടമുണ്ടായി. നിലവിൽ നമുക്കറിയാൻ സാധിക്കുന്നത് 2021 മുതൽ കുടിശ്ശികയുണ്ട് ആലപ്പുഴ നഗരത്തിലെ ഒരു പമ്പിൽ നിന്ന്. സാധാരണഗതിയിലൊക്കെ തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊടുക്കുന്ന റെസിപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് 3 മാസങ്ങൾക്ക് ശേഷം അത് ട്രഷറിയിലോ ബാങ്കിൽ നിന്നോ പമ്പ് ഉടമകൾക്ക് പണം തിരികെ ലഭിക്കും. പക്ഷേ ഇത് 3 വർഷത്തോളമായി കുടിശ്ശിക നിന്ന സാഹചര്യത്തിലാണ് സ്റ്റേഷൻ പരിധിയിലെ സമീപത്തുള്ള പമ്പുകളിൽ നിന്നും നിലവിൽ പമ്പ് ഉടമകൾ ഇന്ധനം കൊടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ 34 കിലോമീറ്റർ വൺ സൈഡ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ചേർന്ന് 70ഓളം കിലോമീറ്റർ വരും. ആലപ്പുഴ സൗത്ത്, നോർത്ത്, ആലപ്പുഴ വനിതാ സെൽ, പിങ്ക് പോലീസ്, ട്രാഫിക് കൺട്രോൾ റൂം അടക്കമുള്ള പോലീസ് സ്റ്റേഷനിലെ 17ഓളം വാഹനങ്ങളാണ് ഇത്രയും ദൂരം പോലീസിൻ്റെ സമയം ചെലവിട്ട് ഇത്രയും ഷിഫ്റ്റ് കഴിഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥർ ഇത്രയും ദൂരം ഇവിടെ വന്ന്, അതായത് ഇങ്ങനെ വരുന്ന കണക്ക് തന്നെ നോക്കുകയാണെങ്കിൽ തന്നെ ലക്ഷങ്ങളുടെ നഷ്ടം സർക്കാർ ഖജനാവ് ഉണ്ടാകുന്നു. കൃത്യമായി അടിയന്തര സാഹചര്യത്തിൽ വേണ്ട പോലീസിൻ്റെ വാഹനത്തിന് പോലും ഇത്രയും ദൂരം എത്തി ഇന്ധനം കളക്ട് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നതൊക്കെ തന്നെ വലിയ വിമർശനമാണ് ഉയർത്തുന്നത്. വേണുപാലകൃഷ്ണൻ. മനീഷ് മഹിബാലാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.